രാജസ്ഥാൻ മാനേജ്മെന്റ് എന്തായാലും ഈ സീസണിന് മുമ്പായിട്ട് ഒരു പകൽക്കിനാവൊക്കെ കാണുന്നു, ചാടി എണീക്കുന്നു, ടീമിൽ വിളിച്ചു പറയുന്നു ജോസ് ബട്ട്ലർ വേണ്ട, ചഹാൽ വേണ്ട, പ്രസിദ്ധ് കൃഷ്ണ വേണ്ട, ഒന്നും വേണ്ട, എല്ലാത്തിനും എടുത്ത് പുറത്തേക്ക് കളാം. നമുക്ക് നിതീഷ് റാണ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ട്, വർഷത്തിൽ ഒരു പ്രാവശ്യം കളിക്കുന്ന പ്ലെയർ. പിന്നെ അസരങ്ക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാറ്റർ പ്ലസ് ബോളർ, അവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. ബാറ്റ് കൊണ്ട് സ്പിന്നർമാരെയൊക്കെ അടിച്ച് കളിക്കും. ഏകദേശം 4 കളി കളിപ്പിച്ചു, അതിൽ 4, 3, 7 റൺസാണ് ഇതുവരെ എടുത്തത്. ഇന്നലത്തെ കളി തൊട്ട് കളിപ്പിച്ചതില്ല. കടക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ട് ജോസ് ബട്ട്ലറിനെ ചവിട്ടി പുറത്താക്കുന്നു, ചഹാലിനെ ഒഴിവാക്കി വിടുന്നു. അത്ര മനോഹരമായി തോക്കാൻ ആരെ കൊണ്ട് കഴിയുമെന്നാണ് ചോദിക്കേണ്ടത്. ഇന്നത്തെ ഡിസിഷൻ ഒന്നും മനസ്സിലാവുന്നില്ല. ടോസ് നേടി പോയി ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു. സഞ്ജുവിന്റെ ഡിസിഷൻ ആയിരുന്നോ അതോ രാഹുൽ എന്ന മാസ്റ്റർ ജിയുടെ ഡിസിഷൻ ആയിരുന്നോ? ഒന്നും മനസ്സിലാവുന്നില്ല. കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം, ലാസ്റ്റ് കളിച്ച് 7 കളിയിൽ 200 റൺസ് ചേസ് ചെയ്യാൻ കഴിയുന്നതേ ഇല്ല. മുംബൈ കൊണ്ട് കഴിയുന്നില്ല, ചെന്നൈ കൊണ്ട് കഴിയുന്നില്ല, ഹൈദരാബാദിനെ കൊണ്ട് കഴിയുന്നില്ല. ഒരു ടീമിനെ കൊണ്ടും ഈ 200+ ചേസ് ചെയ്യാൻ കഴിയുന്നതേ ഇല്ല. ക്യൂറേറ്റർമാർ ചിരിക്കും, ഇപ്പം തന്നെ എടുക്കും, നീയൊക്കെ ഇപ്പം തന്നെ എടുക്കും, ഞാൻ അതുപോലത്തെ ഉള്ള പിച്ച ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ള മട്ടിലാണ് അവരിയ്ക്കുന്നത്. എന്നാൽ ഇവർക്കൊരു 7 മത്സരം പരിശോധിക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ കോച്ചിങ് സ്റ്റാഫ് എന്തുമാത്രം ഫെയിൽ ആണെന്ന് മനസ്സിലാക്കി. ഇവർ ചുമ്മാ ബാറ്റിംഗ് ഓർഡർ ഷഫ്ലിംഗ് ചെയ്യും, ആ ബോളർമാരെ മാറ്റി പരീക്ഷിക്കും. ഒരു ടീമിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഒരു മത്സരത്തെ ഇവർ എങ്ങനെ നോക്കിക്കാണുന്നു. പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെയുള്ള ഒരു സാഹചര്യം നമുക്കറിയാം. ഗുജറാത്തിൽ അണ്ടർ ലൈറ്റിൽ രാത്രിയിൽ ബോൾ സ്വിങ് ചെയ്യും. പിന്നെ അവരുടെ ബോളർമാർ എന്ന് പറഞ്ഞാൽ അവർ പീ ഫോമിലാണ്. സിറാജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പവർ പ്ലേയിൽ വന്ന് വിക്കറ്റ് എടുക്കുന്നു, ഏകദേശം 7 വിക്കറ്റോളം എടുത്തു. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന പവർ പ്ലേയിൽ സിറാജാണ്. പ്രസിദ്ധ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ പീ ഫോമിലാണ്. പിന്നെ അവരുടെ ബാക്കിയുള്ള ബോളർമാർ നോക്കുവാണെങ്കിലും ആ സാഹചര്യത്തിൽ ഇവർ പോയി ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു. ഇവർ ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം ഇന്നലെ ഇവരുടെ ബോളിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു 217 റൺസ് വഴങ്ങുന്നു. അതായത് 16 മുതൽ 20 വരെ ഓവറിൽ ഇവർ വഴങ്ങുന്ന റൺസ് 72 റൺസാണ് ഇവർ വഴങ്ങുന്നത്. അങ്ങനെ ഒരു ബോളിങ്ങിന് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പോയത്. ഇവർക്കറിയാം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാലും നമ്മൾ എടുക്കുന്ന സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. അതുപോലുള്ള ഒരു ബാറ്റിംഗ് ഫോം ആണല്ലോ ആ ടീമിലുള്ളത്. നോക്കുവാണെങ്കിൽ എല്ലാം വർഷത്തിൽ ഒരു വട്ടം കളിക്കുന്ന പ്ലെയർമാരെയാണല്ലോ എല്ലാം എടുത്തേക്കുന്നത്. നല്ല പ്ലെയേഴ്സ്മാരെല്ലാം ചവിട്ടി പുറത്താക്കിയിട്ട് വർഷത്തിൽ ഒരു വട്ടം കളിക്കുന്ന പ്ലെയേഴ്സിനെ എടുത്തേക്കും. നല്ല നോക്കിക്കേ, ബോളിംഗ് ചെയ്യാൻ വന്നു, ഒരു പ്ലാനും ഇല്ലെന്ന് പറയുന്നത്. ജോഫ് ആർച്ചർ വന്ന് നല്ലൊരു മനോഹരമായ ഒരു ബോൾ ചെയ്തു നമ്മുടെ ഗില്ലിനെതിരെ. ഗില്ല് എനിക്ക് തോന്നുന്നു ബൗൺസർ ആണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചാണ്ടിരിക്കുമായിരുന്നു. ആ ബോൾ വരുന്നു, അയ്യാഹോ ഒന്നും കണ്ടില്ല, സ്റ്റമ്പും കുറ്റി തെറിച്ചുകൊണ്ട് പോകും. ഒരു പിടിയില്ല. ബാറ്റും പാഡും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ ജോഫ് ആർച്ചർ മനോഹരമായി ബോൾ ചെയ്യുന്നു. എന്നാൽ ഒരു 3 ഓവറെങ്കിലും ഇന്നലെ ജോഫ് ആർച്ചറിന് കൊടുത്ത് ഇവർ ടോപ്പ് ഓർഡറിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കേണ്ടതായിരുന്നു. ജോസ് ബട്ട്ലർ വന്നപ്പോഴത്തേന് നല്ലൊരു ഫീൽഡിംഗ് സെറ്റപ്പ് ഒക്കെ നിർത്തി വലിയൊരു പ്ലാനൊക്കെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ വിചാരിച്ചോ എന്തോ സംഭവിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ ഇതാണ് കിടക്കുന്നത്. എല്ലാം കഴിഞ്ഞു. 5ാമത്തെ ഓവർ ദേശ്പാണ്ഡ്യയെ കൊണ്ടുവരുന്നു, 16 റൺസ് വഴങ്ങുന്നു. പിന്നെ അവിടുന്ന് ഗുജറാത്ത് നോക്കുവാണെങ്കിൽ റൺ റേറ്റ് 10 റൺസ് മെയിൻറ്റെയിൻ ചെയ്ത് അവർ കളിക്കുകയും ചെയ്തു. 16ാമത്തെ 15ാമത്തെ ഓവറിൽ അവർ അത് സ്വിച്ചും ചെയ്തു. പിന്നെ അത് റൺ റേറ്റ് 15ലോട്ട് പോകും. അങ്ങനെയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞു. ഒരു പ്ലാനും ഇല്ല. സായി സുദർശൻ തന്റെ പീക്ക് ഫോമിൽ നിൽക്കുന്നു. എന്തായിരുന്നു ഇന്നലെ ഇവരുടെ പ്ലാൻ? 2 റൺഔട്ട് ചാൻസ് കിട്ടിയായിരുന്നു. ഏകദേശം പുള്ളി 50 പോലും എടുത്തിട്ടില്ല. എന്നിട്ടും 2 റൺഔട്ട് ചാൻസ് കിട്ടി. സന്ദീപ് ശർമ്മ കൊണ്ടത് കളഞ്ഞു. ജോസ് ബട്ട്ലറും സായി സുദർശനും കൂടെ വന്ന് ഏകദേശം 47 ബോളിൽ 80 റൺസ് എടുക്കുന്നു. അതോടെ ഇവരുടെ ഏകദേശം പ്ലാനിങ്ങും ഇല്ല, ഒരു പ്രിപ്പറേഷനും ഇല്ല. ചുമ്മാ വരുന്നു, കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞുള്ള മട്ടായിരുന്നു ഇന്നലെ